ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷൂട്ട് ഡേ വ്ളോഗാണ്. കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേര് ചോദിക്കുന്ന കേട്ടു, ഡേ ഇൻ മൈ ലൈഫ് ഇടൂ, അതുപോലെ തന്നെ ഡെയിലി വ്ളോഗ്സ് ഇടുമെന്നൊക്കെ. ഡെയിലി വ്ളോഗ്സ് ഇടുന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഒരു മുൻപത്തെ വീഡിയോയിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മടി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു 1 വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഡെയിലി ഓരോ ഷോപ്പിൽ വെച്ച് ഷൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ടാണ് എനിക്ക് ഡെയിലി വ്ളോഗ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കൊരു ഷൂട്ടുണ്ട്. സോ ഞാൻ റെഡി ആവാൻ പോവുകയാണ്. ഞാൻ പോയി കുളിച്ച് വന്നു. എല്ലാ ഷൂട്ടിനും ഞാൻ പോകുമ്പോൾ കുളിക്കൊന്നുമില്ല കേട്ടോ, തല വാഷ് ചെയ്യില്ല. ഇപ്പോൾ തല വാഷ് ചെയ്തിട്ടൊരു 2 days ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, ഇന്ന് എന്തായാലും തല വാഷ് ചെയ്ത് കുളിച്ചിട്ട് പോവാന്ന് കേട്ടോ. സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. ഒരു 11 o'clock ഞാൻ അവിടെ എത്തുമെന്നാണ് പറഞ്ഞത് ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ. സോ നമുക്ക് വേഗം റെഡി ആവാം. അതിന് മുന്നേ ഫസ്റ്റ് തന്നെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാം കേട്ടോ. ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെറ്റായിട്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ വെറ്റ് ഹെയർ വെച്ച് നടക്കുന്നത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. സോ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയർ അഗാരോൻ്റെ ഹെയർ ഡ്രയർ പ്ലസ് വോളിമൈസർ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുൻപ് യൂസ് ചെയ്തതും അഗാരോയുടെ തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വ്ളോഗ്സിലൊക്കെ, ഒരു വൈറ്റ് കളർ ഹെയർ ഡ്രയർ. ഇപ്പം ഞാൻ എന്താ പറയുക, ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെന്ന് പറയാം. കാരണം ഇതിപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയാണ്. കാരണം ഇതിൽ ഹെയർ ഡ്രൈ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ വോളിമൈസിങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു വെടിക്ക് 2 കാരണം ഇത് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാനും പറ്റും, വോളിമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടും സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ഇത് തന്നെ ഇന്ന് യൂസ് ചെയ്യാമെന്ന്. ഇതിന് നമുക്ക് ഹീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഓഫാണ്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇത് നല്ല ഹീറ്റുണ്ട്. ഈ ഒരു ഹെയർ ഡ്രൈന് 1200 വാട്ട് പവർ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ വെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. 360 ഡിഗ്രിയിലാണ് കേട്ടോ ഇതിൻ്റെ ഹീറ്റ് വെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിലേക്ക് ഹീറ്റ് ഈവൺലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഹെയറിൽ ഹീറ്റ് തട്ടിയിട്ടുള്ള ഡാമേജ് പരമാവധി ഇത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിനുള്ളത് ഓവൽ ഷേപ്ഡ് ബാരലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ റൗണ്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വോളിമൈസർ ഓവർ ഹീറ്റ് ആകുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ആയാൽ തന്നെ അത് താനെ സ്റ്റോപ്പ് ആവും കേട്ടോ വർക്കിംഗ് ചെയ്യേണ്ടത്. അത് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ ഓഫായി പോണത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ ഇത് നാശമായതാണോ അതെന്താ പറ്റിയെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കാരണം അത് കുറച്ച് ഓവർ ഹീറ്റ് ആയ കാരണം താനെ ഓഫായതായിരിക്കും. കൂളായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫ്രിസ്നെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലുള്ളത് അയോണിക് ടെക്നോളജിയുടെ ആൻറ്റി സ്കെയിൽ ഹെഡ് ഡിസൈൻ ആണ് കേട്ടോ. ഈ ഒരു ടൂൾ എല്ലാ ഹെയർ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. വേവി ആയാലും സ്ട്രെയിറ്റ് ആയാലും കേളി ആയാലും കോയിലി ആയാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. 2 കൊല്ലത്തെ വാറണ്ടിയും വരുന്നുണ്ട് കേട്ടോ മാനുഫാക്ചേഴ്സിൻ്റെ. നിങ്ങൾ കണ്ടോ, ഞാൻ എൻ്റെ മുടി സെറ്റ് ചെയ്യൂ, അങ്ങനെ ഒരു ബ്ലോ ഡ്രൈ എഫക്റ്റ് പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ഇത് കുറച്ചിങ്ങനെ ഒതുങ്ങി കിടക്കുകയാണ്, ഇത് കുറച്ചിങ്ങനെ വോളിമൈസിങ് ചെയ്ത് കിടക്കുന്നുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹെയർ വോളിമൈസിങ് ചെയ്യാൻ പഠിച്ചു. എന്തായാലും എനിക്കിഷ്ടമായിട്ടോ, നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി സെറ്റ് ചെയ്താൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ ഇത്രയും സെറ്റ് ചെയ്യുന്നുള്ളൂ. സെയിം നമുക്ക് ഈ ഒരു സൈഡും അങ്ങനെ സെറ്റ് ചെയ്തു. ആൻഡ് ഫൈനലി ഞാൻ അങ്ങനെ എൻ്റെ 2 സൈഡും ഹെയർ ഡ്രൈ ചെയ്ത് വോളിമൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. നമ്മൾ സലൂണിലൊക്കെ പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആൻഡ് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈസി ടു ക്യാരി ആണ്. നമുക്ക് എവിടെ പോകുമ്പോഴും ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ബാഗിൽ കൊണ്ട് നടക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. ഇതൊക്കെ പോയിട്ട് ഡ്രസ്സ് അയൺ ചെയ്ത് മാറി വന്നു കേട്ടോ. നമുക്ക് കുട്ടി മേക്കപ്പ് ചെയ്യാം. ഞാൻ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഷൂട്ടിന് മുമ്പ് ചെയ്യാറില്ല, കാരണം നല്ല രീതിക്ക് ഞാൻ സ്വെറ്റ് ആവാറുണ്ട്. അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് മേക്കപ്പ് ഒലിച്ച് പോകേണ്ട വെച്ചിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ബേസായിട്ട് ഞാൻ ചില സമയത്ത് ഒന്നും ചെയ്യാറില്ല. സ്കിൻ കെയറോ അതുപോലെ തന്നെ ടാൽക്കം പൗഡറോ ഒന്നും ചെയ്യാറില്ല. ഇതേപോലെ നോർമലി ഇതേപോലെ അടിച്ചിട്ട് ഐ ഷേഡ് അപ്ലൈ ചെയ്യും, ഐലൈനർ അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ ഞാൻ മസ്കാര ഇടും, ലിപ്സ്റ്റിക് ഇടും. ഇത്ര നോർമലി ഞാൻ അങ്ങനെ ബ്ലഷും ഹൈലൈറ്ററും ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ എന്തായാലും വ്ളോഗൊക്കെ എടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബ്ലഷും അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോവാണ് കേട്ടോ. കുറച്ച് മതി. മേക്കപ്പ് ഇത്രയേ ഉള്ളൂ, ഇനി ഒന്നുമില്ല ചെയ്യാനായിട്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നല്ല വിശക്കുണ്ട്. 10:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോവാം.
അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ താഴെ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തിയും അതുപോലെ തന്നെ കടലക്കറിയായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ തന്നെയാണ് കടലക്കറി ഉണ്ടാക്കിയത്, ചപ്പാത്തി അമ്മ ഉണ്ടാക്കിയിട്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ മോർണിംഗ് ഞാൻ ഉണ്ടാക്കും, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടോ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അമ്മ ഉണ്ടാക്കും, അങ്ങനെയാണേ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. എൻ്റെ സൺഗ്ലാസ്സൊക്കെ വെച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടോ, എൻ്റെ സൺഗ്ലാസിന് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായിരുന്നു. കുറേ പേര് സൺഗ്ലാസിൻ്റെ ഷെയ്ഡ് എവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ നേരെ പോയത് മൈജി ഷോറൂമിലേക്കാണ്. എൻ്റെ ഐപാഡ് ഒന്ന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ അത് ഒട്ടിച്ചു. ഇതാണ് എൻ്റെ ക്യാമറമാൻ. അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഷോപ്പ് ഇന്നത്തെ, സുധാസ് സിൽക്ക്. പിന്നെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ പോയാൽ എൻ്റെ വീടെത്തി ഗൈസ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് കേട്ടോ ഇത്. ഓണത്തിന് നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ സുധാസിൽ വന്ന് ഡ്രസ്സ് എടുക്കാം കേട്ടോ. 195 രൂപ മുതൽ സാരി, 300 രൂപ മുതൽ സെറ്റും ഉണ്ട്, 385 രൂപ മുതൽ സെറ്റ് സാരി, 495 രൂപ മുതൽ ചുരിദാർ സെറ്റും കിട്ടും. അതുപോലെ തന്നെ സെറ്റ് സാരീസിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പ്രിന്റഡിലും എംബ്രോയിഡറിലും കസവിലും ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫൈനൽ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അതിൽ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു. ഇത് അവിടുത്തെ ഓണറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആളാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ആളായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഒരു 1.5 അവർ ഉണ്ടായിരുന്നു കേട്ടോ ഷൂട്ട്. നേരെ നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. എല്ലാ ഷൂട്ടും കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. നല്ല ഫുഡൊക്കെ, വെറൈറ്റി ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് എന്തായാലും നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് കേട്ടോ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ചാവക്കാട്, കുന്നംകുളം, തൃശ്ശൂർ, അതുപോലെ തന്നെ എന്താ പറയുക പാവർട്ടി അങ്ങനെയുള്ളവർ കൂടെ വന്നിട്ട് ഒരു വട്ടങ്ങനെ ബിരിയാണി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഞാൻ ഒരു ബിരിയാണി ഫാനാണ്. എവിടെ പോയാലും ബിരിയാണി കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണികൾ ഒരു സ്പോട്ടാണ് കൂടെയിലുള്ള ബിരിയാണി സ്പോട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ലൊരു ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ചമ്മന്തിയും അച്ചാറും പപ്പടും ഒക്കെ കിട്ടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയിട്ട് കുക്കുനായിട്ട് കുറച്ച് നേരം കളിച്ചിരുന്നപ്പോഴേക്കും എന്താ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതപ്പറ്റുള്ളൂ. അച്ഛൻ എന്തോ മീറ്റിങ്ങിൻ്റെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടിരിക്കുകയായിരുന്നു, എന്തോ കോമ്പറ്റീഷൻ ആയിരുന്നു. കഴിഞ്ഞാൽ അച്ഛൻ്റെ ഇപ്പോൾ ഭയങ്കര സ്നേഹട്ടോ കുക്കുവിന്. ഇത് എല്ലാവരും പുറത്ത് പോയി വരുമ്പോഴുള്ള അവളുടെ സ്നേഹമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. എനിക്ക് വീട്ടിൽ വന്ന് ഞാൻ കൂടുതലും കുക്കുവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കൂട്ടെ. കാരണം അച്ഛനും അമ്മേനെയൊക്കെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടും നോർമൽ കോളിലൊക്കെ സംസാരിച്ചും കണ്ടിട്ടൊക്കെ നമ്മൾ വർത്താനം പറയുന്നതാണ്. ഇവളായിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നല്ലാണ്ട് ഇവളായിട്ട് ഇങ്ങനെ സംസാരിച്ച് കളിച്ചിരിക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ ഞാൻ വീട്ടിലുള്ള സമയം കൂടുതലും ഇവളുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതാ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാനൊന്ന് അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചെത്തി. യെസ്, ഇന്നത്തെ ഷൂട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ട് എപ്പോഴും എല്ലാ ഷോപ്പിലും ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്രാവശ്യത്തെ നല്ല ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു ഷോപ്പിൽ ഷൂട്ടിന് പോണത്. കുഴപ്പമില്ല, നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ രീതിക്ക് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചാവക്കാടുള്ളൊരു ഷോപ്പിലായിരുന്നു, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ഷോപ്പ്. പിന്നെ എൻ്റെ ഐപാഡിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മൈജിയിൽ. അപ്പോൾ അത് ഒട്ടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് ഞാൻ തിരക്കായി പോയി. കറണ്ട് പോയി. ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, വികാ ഫാഷൻ സ്റ്റോർ. അതിൽ നമ്മളിപ്പോൾ ഓണം കളക്ഷൻസ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറയില്ലേ, കറക്റ്റ് അതുപോലെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ 2-3 സാരീസ് കൊണ്ടുവന്നിട്ടുണ്ട്, മൊഡാൾ സിൽക്ക്, ഷിഫോൺ സാരീസ്, അങ്ങനെയൊക്കെ. അതായത് ഓണത്തിനോട് ഒരു സ്വാമിയില്ലാത്ത കുറേ സാരീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ഓണം കളക്ഷൻസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എന്താ കറണ്ടും പോയി. ഞാനാണെങ്കിൽ നല്ല വേർത്തിട്ടായിരിക്കണം കേട്ടോ. കറണ്ട് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണിച്ചട്ടെ ഞാൻ കുറച്ച് കളക്ഷൻസ്. ഇതൊന്നുമല്ല, ഇനിയും കുറേ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതെല്ലാം പുളിയിലക്കര സെറ്റ് മുണ്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ്. ഗോൾഡ് ഇങ്ങനെ കുഞ്ഞ് കരള സെറ്റ് മുണ്ടാണ്. ഇതൊക്കെ തോന്നുന്നു ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ ഈ ഒരു സെറ്റ് മുണ്ട്, ഈ ഒരു പുളിയിലക്കര ഗോൾഡ് ഞാൻ കാണുന്നത്. പല കളേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്. ഗോൾഡ് ഞാൻ ഈ പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞാത്തോൾ എന്ന് പറഞ്ഞ മൂവി, കുഞ്ഞാത്തോൾ ഏതൊരു മൂവിയില്ലേ, ആ മൂവിയിൽ കുഞ്ഞാത്തോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ എന്തോ വേറെ ഇത് വൈറലാക്കിയ ഒരു സെറ്റ് മുണ്ടാണ്. ഒരു പ്രായത്തിൻ്റെ പടമാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പ്രേതത്തിൻ്റെ പടം പണ്ടേ പേടിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെറ്റ് മുണ്ട്. ഇതിൻ്റെ കുറച്ചധികം പീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ടെങ്കിൽ റെഡാണ്. നല്ല അടിപൊളി ചില്ലി റെഡ്.
പിന്നെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് ഇനിയുണ്ട്. ഇത് ഞാൻ കൊണ്ടുവരാത്തത്, ഞാൻ കുറച്ച് കയ്യിൽ ഒതുങ്ങുന്നത് വാരി എടുത്തപ്പോൾ എല്ലാം ഒരു കളറായി പോയി. ഇനിയുള്ളത് പർപ്പിൾ ഉണ്ട്, മെറൂൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കിൽ ഡോട്ട് വരുന്നതുണ്ട്, പിന്നെ കസവിൻ്റെ സെറ്റ് മുണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ സെറ്റ് മുണ്ട് വരുന്നുണ്ട്. ഇതിതാ ഇപ്പം സ്റ്റോക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പാക്കറ്റ് പൊട്ടിച്ചതാണ്. അടിപൊളി സാരി കേട്ടോ. ഇതാണ് സാരി. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊഡാൾ സിൽക്കാണ്, അറിയാലോ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ അതായത് ഞാൻ എൻ്റെ ബ്രാൻഡിൽ എപ്പോഴും ഞാൻ നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള സാരീസാണ് കൊണ്ടുവരാറുള്ളത് എപ്പോഴും. അപ്പോൾ ഇതും നമ്മളങ്ങനെ അഫോർഡബിളാണ് കൊണ്ടുവന്നേക്കുന്നത്. അതായത് ഹോൾസെയിൽ പ്രൈസിനാണ് ഈ സാരി നമ്മൾ സെയിൽ ചെയ്യുന്നത്. മിറർ വർക്ക് കണ്ടോ, നല്ല അടിപൊളി മിറർ വർക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഒരു സാരി. ഇതിൻ്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ റെഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. റെഡാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ബോഡി ഫുൾ ഇതാണ്, പക്ഷേ പല്ലു പോഷനിലാണ് കൂടുതലായിട്ടും മിറർ വർക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാരീസ് സെറ്റുമുണ്ട്, അതുപോലെ തന്നെ കോട്ടൺ സുങ്കിടി, ആരണി, ചെക്ക്ഡ് കോട്ടൺ, കല്യാണി കോട്ടൺ, നാരായണപേട്ട്, ഇങ്ങനത്തെ സാരീസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചുമ്മാ എൻ്റെ പേജ് കയറി നോക്കാം. കാരണം എൻ്റെ പേജിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പകുതി മുക്കാൽ സാരീസും ഞാൻ ഹോൾസെയിൽ പ്രൈസിനാണ് സെയിൽ ചെയ്യുന്നത്. എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളല്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എനിക്കൊരു നേരമ്പോക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സാരിക്ക് അല്ലെങ്കിൽ സെറ്റ് കൊണ്ട് ഭയങ്കര പ്രൈസ് കൂട്ടി സെയിൽ ചെയ്യുന്ന ഒരാളല്ല. ചിലപ്പോൾ ഞാൻ ഹോൾസെയിൽ റേറ്റിന് സെയിൽ ചെയ്യും, ചിലപ്പോൾ എൻ്റെ ട്രാവലിംഗ് ചാർജ് ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ടിന് സെയിൽ ചെയ്യും. അങ്ങനെയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് സാരീസൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് നോക്കി വെക്കാം. വിക ഫാഷൻ സ്റ്റോർ എന്നാണ് എൻ്റെ പേജിൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ കൊടുക്കാം, നോക്കാം. ഞാൻ കുറേ സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കരുത്, എനിക്ക് TMJയുടെ ഇഷ്യൂ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ സംസാരം ഇല്ലെങ്കിൽ ഞാനില്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം +2 ലൈഫ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്കിലോട്ടൊക്കെ വന്നത്. വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് കൊണ്ടുവന്നു. എനിക്ക് സ്വന്തമായിട്ട് എയിം ചെയ്യാൻ പറ്റി. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ സംസാരം കൊണ്ടാണ്. ആ സംസാരം ചിലപ്പോൾ ഞാൻ കുറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എയിം ചെയ്യാനോ ഒന്നിനും പറ്റില്ല. പക്ഷേ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കണില്ല എന്നല്ല, ഹെൽത്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷൂട്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു തുടങ്ങി. ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയായിട്ട് ഷൂട്ട് കിട്ടിയിട്ടില്ല. ഈ ഓണത്തിന് ഇപ്രാവശ്യം അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടായിരുന്നു. 7 ഡേയ്സ് കണ്ടിന്യൂസ് ഷൂട്ട് തന്നെയായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് ഷൂട്ട് ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും. കിട്ടുമോ കിട്ടില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളൊന്നുമല്ല. ഒന്ന് പോയാൽ ഒന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇതുവരെ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഷൂട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. എയിം ചെയ്യണമല്ലോ, പൈസ ഉണ്ടാകണമല്ലോ നമുക്ക്. പിന്നെ എൻ്റെ സാരി ബിസിനസ് അല്ലെങ്കിൽ സെറ്റുമുണ്ട ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പക്ഷേ അതിലൂടെ ഞാൻ ഭയങ്കരമായിട്ട് ഏണിങ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷൂട്ട് ഡേ വ്ളോഗാണ്. ഷൂട്ട് ഞാൻ കുറേ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ ഒന്നും പറ്റില്ല. കാരണം നമ്മൾ കുറേയൊക്കെ ഈ ഒരു റേഷ്യോയിൽ എടുക്കേണ്ടതാണ്. പോർട്രേറ്റിൻ്റെ 9.16 റേഷ്യോയിൽ, നമ്മുടെ ഇത് 16.9 ആണ്. അപ്പോൾ ഞാൻ കുറേയൊക്കെ മാക്സിമം ആഡാക്കാൻ നോക്കിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വഴിയേ വരും. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്കല്ല, എനിക്കാണ് മെയിനായിട്ട് സർപ്രൈസ്. നിങ്ങൾക്കും സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ഗിവ് അവേ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഓണത്തിന് മുൻപായിട്ട്. അത് ഞാൻ ഈ ഒരു വഴി വരുന്ന ദിവസങ്ങളിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ പേജിൽ നിന്നുള്ള ഒരു സെറ്റുമുണ്ട് ഓർ ഒരു സാരി ആയിരിക്കും നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ കുട്ടി എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു ജ്വല്ലറി കൂടെ ഉണ്ടാവും. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ഒന്നും മറക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ചിലപ്പോൾ നമ്മൾ ഷോർട്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ആയിട്ട് ഗിവ് അവേയുടെ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എനിക്കിനി ടൈമില്ല, ക്ലാസ്സിന് പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.